ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണി ഹേസ്റ്റിന്റെ സീസൺ 1 എപ്പിസോഡ് 7 ആണ്. ഇതിന് മുൻപത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ റിയോയുടെയും ടോക്കിയോയുടെയും ഫോട്ടോ CCTVയിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞ് റാക്കേൽ വീട്ടിലേക്ക് പോകുന്നു. എന്തെന്നാൽ അവൾ 2 ദിവസമായി ഉറങ്ങിയിട്ടില്ല. അടുത്ത ദിവസം രാവിലെ സുവരസ് എന്ന ഓഫീസർ റാക്കേലിനെ വിളിച്ച് CCTV ഫുട്ടേജിൽ ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് ടെന്റിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. റാക്കേൽ എണീറ്റ് ടെന്റിലേക്ക് വരുന്നു. ഏഞ്ചൽ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഇവർ CCTV ഫുട്ടേജിൽ റിയോയും ടോക്കിയോയും റോയൽ മിന്റിൽ വരുന്നത് കാണുന്നു. എൻട്രൻസിൽ ചെക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ കാർ കീ പോലീസ് നോട്ട് ചെയ്യുന്നു. അത് പ്രൊഫസറുടെ കാറാണ്. കാരണം പ്രൊഫസർ ആണല്ലോ റോയൽ മിന്റിനെ നിരീക്ഷിക്കാൻ റിയോയെയും ടോക്കിയോയെയും അയച്ചത്. ഇതിലെ പ്രശ്നം എന്നത് ആ കാറിന്റെ കീ ഉപയോഗിച്ച് കാർ ഏത് മോഡലാണെന്ന് പോലീസ് കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം പ്രൊഫസർ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർ കാറിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് പ്രൊഫസർ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ഏതായാലും ഒന്നുകൂടി ഉറപ്പിക്കാൻ പ്രൊഫസർ റോയൽ മിന്റിലേക്ക് വിളിച്ച് ഹെൽസിംകിയോട് ഞാൻ 1000 യൂറോ തന്നുകൊണ്ട് ഒരു കാർ നശിപ്പിക്കാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നു, അത് നശിപ്പിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. ഹെൽസിംകിയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ. അപ്പോൾ അവിടെ വെച്ച് ആ കാർ ക്രഷ് ചെയ്യാൻ വേണ്ടിയാണ് 1000 യൂറോ ക്രഷ് ചെയ്യുന്ന ആൾക്ക് കൈക്കൂലി കൊടുക്കാൻ ഏൽപ്പിച്ചത്. എന്നാൽ ഹെൽസിംകി അങ്ങനെ ചെയ്തില്ല എന്ന് മറുപടി പറയുന്നു. എന്റെ വീട്ടിൽ ഒരു അത്യാവശ്യം വന്നപ്പോൾ ആ പണം ഞാൻ എന്റെ കുടുംബത്തിന് അയച്ചു കൊടുത്തു, അതുകൊണ്ട് ആ കാർ ക്രഷ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല, ക്രഷ് ചെയ്തിട്ടുണ്ടാവണം എന്ന് ഹെൽസിംകി മറുപടി പറയുന്നു. അപ്പോൾ പ്രൊഫസർ അറ്റ്ലീസ്റ്റ് ആ കാറിലെ ഫിംഗർ പ്രിന്റ് എങ്കിലും നീ ക്ലീൻ ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഹെൽസിംകിക്ക് അത് എന്തെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇത് കേട്ട് പ്രൊഫസർ ടെൻഷനിൽ കാർ അന്വേഷിച്ചിറങ്ങുന്നു. അപ്പോ കൃത്യമായി റാക്കേൽ പ്രൊഫസറിനെ കോൾ ചെയ്യുന്നു. പ്രൊഫസർ അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പോൾ റാക്കേൽ അധികാരത്തോടെയാണ് സംസാരിക്കുന്നത്. എന്തെന്നാൽ അവൾ പ്രൊഫസറിനെക്കാളും ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഷിപ്പ് ആയ മലൈക്ക നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുക സാധ്യമല്ല എന്ന് പറയുന്നു. കാരണം ആ ഷിപ്പിന്റെ കാര്യത്തിൽ ഇനിയും വിധി തീർപ്പായിട്ടില്ല. അതിന് മറുപടിയായി പ്രൊഫസർ പറയുന്നു, അതിന് വിധി തീർപ്പാവാത്രത്തോളം നിങ്ങൾക്കത് പോലീസിന്റെ ആവശ്യത്തിന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ആ പറഞ്ഞത് ഒരു എക്സ്ക്യൂസ് അല്ല. അതോ നിങ്ങൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ലേ എന്ന് പ്രൊഫസർ ചോദിക്കുന്നു. ഇത് കേട്ട് റാക്കേലും കൂടെ ഉള്ളവരും ഞെട്ടുന്നു. കാരണം ഇതൊരു കാരണവശാലും ഒരു ബാങ്ക് മോഷ്ടാവിന് അറിയാൻ വഴിയില്ല. ഈ നിയമം നന്നായി പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് റാക്കേൽ ചോദിക്കുന്നു. അതിന് മറുപടിയായി പ്രൊഫസർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോബിയായി ഓരോ കേസുകളെ കുറിച്ച് വായിക്കാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ റാക്കേൽ തന്ത്രം മാറ്റുന്നു. റാക്കേൽ പറയുന്നു, ഞാൻ ഈ കേസിൽ നിന്നും മാറ്റപ്പെടാൻ പോകുന്നു. എന്റെ ഹയർ ഓഫീസേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതുവരെയും ഈ കേസിൽ ഒരു തുമ്പും എനിക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് എന്നെ ഈ കേസിൽ റീപ്ലേസ് ചെയ്ത് വേറെ ഒരു ഓഫീസറിനെയാണ് നിയമിക്കാൻ പോവുക. എനിക്ക് പകരം വരുന്ന ഓഫീസർ വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുക. അവരുടെ ഗോളുകളും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനിയും എന്നോട് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ സ്കൂളിൽ നിന്നും വന്ന 8 മൈനർ ഹോസ്റ്റേജുകളെ റിലീസ് ചെയ്യാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ 1 മണിക്കൂർ സമയം ഞാൻ തരാം എന്ന് പറഞ്ഞ് റാക്കേൽ ഫോൺ കട്ട് ചെയ്യുന്നു. പ്രൊഫസർ തന്റെ കാർ ഉള്ള ജങ്ക് യാർഡിലേക്ക് പോകുന്നു. ആരും കാണാതെ അകത്ത് പോയി തന്റെ കാർ അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഒരാൾ പ്രൊഫസറിനെ കാണുന്നു. അവന്റെ പേര് നിക്കോളായ് എന്നാണ്. അവൻ പ്രൊഫസറിനെ ഓടിക്കുന്നു. പ്രൊഫസർ അവിടെയുള്ള ഒരു കാറിൽ മറഞ്ഞിരിക്കുന്നു. നിക്കോളായ് പ്രൊഫസർ ഒളിച്ചിരിക്കുന്ന കാർ ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് പൊക്കുന്നു. പ്രൊഫസർ പേടിച്ച് അലറുന്നു. ഇതേ സമയം റാക്കേൽ പ്രൊഫസറിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു. പ്രൊഫസർ അത് അറ്റൻഡ് ചെയ്യുന്നു. റാക്കേൽ നമ്മൾ റെഗുലറായി മീറ്റ് ചെയ്യുന്ന കോഫി ഷോപ്പിൽ ഞാനുണ്ട്, നിങ്ങളെ കണ്ടില്ല, അതാണ് വിളിച്ചത്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് പ്രൊഫസർ ഞാൻ ഇവിടെയില്ല എന്ന് പറയുന്നു. അതിന് റാക്കേൽ എങ്കിൽ ഈവനിങ് ഡിന്നർ മീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. പ്രൊഫസർ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പൊ പ്രൊഫസർ കാറിൽ നിന്ന് പുറത്തു വരുന്നു. നിക്കോളായോട് എന്റെ കാറിന്റെ ഡിക്കിയിൽ ഒരു സാധനം മറന്നുവെച്ചു, അതെടുക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. അതിന് നിക്കോളായ് നീ വേലി ചാടിയാണ് അകത്ത് വന്നത്, അതിന് ഞാൻ പോലീസിന് കോൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. പ്രൊഫസർ പോലീസിനെ വിളിക്കണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നു. പ്രൊഫസർ അവിടെ നിന്ന് പോകുമ്പോൾ നിക്കോളായ് തന്റെ പട്ടിയെ അഴിച്ചുവിടുന്നു. പ്രൊഫസർ ഓടി രക്ഷപ്പെടുന്നു. റാക്കേൽ ടെന്റിലെത്തി പ്രൊഫസർക്ക് കോൾ ചെയ്യുന്നു. പ്രൊഫസർ ആ ജങ്ക് യാർഡിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. റാക്കേൽ നിങ്ങൾക്ക് കൊടുത്ത 1 മണിക്കൂർ തീർന്നു, എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുന്നു. പ്രൊഫസർ 8 പേരുടെ പേര് വായിച്ച് ഇവരെ റിലീസ് ചെയ്യാം എന്ന് പറയുന്നു. എന്നാൽ അതിൽ ആലിസന്റെ പേര് ഇല്ല. റാക്കേൽ ആലിസനെ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിന് പ്രൊഫസർ ആലിസൺ എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് അവളെ റിലീസ് ചെയ്യാൻ കഴിയില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം, 8 പേർക്ക് പകരം ആലിസനെ മാത്രം ഞാൻ അയക്കാം, അത് മതിയോ എന്ന് ആലോചിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു. അതിന് ഹയർ ഓഫീസറായ കേണൽ ആലിസൺ മാത്രം മതി എന്ന് പറയാൻ പറയുന്നു. റാക്കേൽ കേണലോട് ഇത് എത്തിക്സ് അല്ല, ഒരാൾക്ക് വേണ്ടി 8 പേരെ രക്ഷപ്പെടുത്താതിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നു. ആലിസൺ ഒരു VIP മകളാണ്, നമ്മൾ അവൾക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നു. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഉറപ്പു പറയുന്നു. റാക്കേൽ പ്രൊഫസറോട് ആലിസൺ മതി എന്ന് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല
വിളിച്ചില്ല എന്ന് പ്രൊഫസർ പറയുന്നു. 1 മണിക്കൂറിൽ ഞാൻ തിരികെ വിളിക്കാം. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്താണ് ഡിസൈഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. റാക്കേലിന് പ്രൊഫസർ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഏഞ്ചൽ വന്ന് ആ കാറിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. 10 വർഷമായി ആ കാറിന് ഒരു ഡോക്യുമെന്റ്സും റിന്യൂ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കാർ ആരുടെ കയ്യിലാണെന്ന് അറിയില്ല. റാക്കേൽ എല്ലാവരോടും ഒരു കാർ നശിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം എന്ന് ചോദിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഒടുവിൽ റാക്കേൽ കാർ ജങ്ക് യാർഡിൽ ക്രഷ് ചെയ്ത് കാണും എന്ന് മനസ്സിലാക്കുന്നു. എല്ലാ ജങ്ക് യാർഡും അന്വേഷിക്കാൻ റാക്കേൽ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് പ്രൊഫസർ ടെൻഷനാകുന്നു. കാരണം കാർ കണ്ടുപിടിച്ചാൽ അതിലെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ടീമിലെ എല്ലാവരെയും കണ്ടുപിടിക്കുവാൻ സാധിക്കും. പ്രൊഫസർ വീണ്ടും ഇറങ്ങുമ്പോൾ ബെർലിൻ എന്ന് എഴുതിയ ഒരു ടിൻ പ്രൊഫസർ എടുത്തോട്ട് പോകുന്നു. വീണ്ടും പ്രൊഫസർ ജങ്ക് യാർഡിലെത്തി കാർ കണ്ടുപിടിക്കുന്നു. ഗ്ലൗസും മാസ്കും എല്ലാം ഇട്ട് താൻ കൊണ്ടുവന്ന കെമിക്കൽസ് ഉപയോഗിച്ച് കാറിലുള്ള ഫിംഗർ പ്രിന്റ്സ് മായ്ക്കുന്നു. ക്ലീൻ ചെയ്ത ശേഷം ബെർലിൻ എന്ന ടിന്നിൽ നിന്ന് ഒരു ബട്ടൺ എടുക്കുന്നു. അത് ബെർലിൻ ഇട്ട കോട്ടിന്റെ ബട്ടൺ ആണ്. അതിൽ ബെർലിന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. അത് കാറിന്റെ സീറ്റിൽ വെക്കുന്നു. എന്തിന് ബെർലിനെ ചൂസ് ചെയ്തു അത് നമ്മൾ പിന്നീട് അറിയും. പ്രൊഫസർ കാറിലായിരിക്കുമ്പോൾ തന്നെ പോലീസ് അവിടെ എത്തുന്നു. പ്രൊഫസർ കാറിൽ നിന്നിറങ്ങി പുറത്ത് കിടന്ന കംപ്ലൈന്റ് ആയ ഒരു വാനിൽ കയറുന്നു. റാക്കേൽ നിക്കോളായോട് ആ കാറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. അതിന് ഒരു ഡോക്യുമെന്റ്സും ഇല്ല എന്ന് നിക്കോളായി പറയുന്നു. ഇപ്പോ പോലീസ് കാറിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, അൽമോൺസ ഒരു ന്യൂസ് കേൾക്കുന്നു. പെട്ടെന്ന് റാക്കേലിനോട് ആ ന്യൂസ് കേൾക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ പോകുന്നത് റാക്കേൽ കാണുന്നു. അവനെ ചെക്ക് ചെയ്യാൻ അൽമോൺസയെ അയക്കുന്നു. റാക്കേൽ കാറിൽ കയറി ന്യൂസ് കേൾക്കുന്നു. അതായത് 8 പേർക്ക് പകരം ആലിസിനെ റിലീസ് ചെയ്യാൻ റാക്കേൽ പറഞ്ഞത് ന്യൂസ് ചാനലിൽ ലീക്ക് ആയിട്ടുണ്ട്. പ്രൊഫസറാണ് കറക്റ്റ് ടൈമിംഗിൽ ടോക്കിയോയോട് ഈ റെക്കോർഡിംഗ് റിലീസ് ചെയ്യാൻ പറഞ്ഞത്. ഇത് പോലീസിനെ ഡിസ്ട്രാക്ട് ചെയ്യാനാണ്. റാക്കേൽ ടെൻഷനായി പ്രൊഫസറിന്റെ കാറിൽ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിക്കുന്നു. ഈ സമയം അൽമോൺസ ആ ഭിക്ഷക്കാരനെ ചോദ്യം ചെയ്യുന്നു. ആ ഭിക്ഷക്കാരൻ വേറെ ആരുമല്ല, പ്രൊഫസർ തന്നെയാണ്. അതായത് വാനിൽ കയറി പ്രൊഫസറിന് അധികം നേരം അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം പോലീസ് എല്ലായിടവും സെർച്ച് ചെയ്യും. അതുകൊണ്ട് തന്റെ ഡ്രസ്സ് കീറി ഗ്രീസ് എടുത്ത് മുഖത്ത് തേച്ച് മണ്ണെടുത്ത് ദേഹത്ത് തേച്ച് അവസാനം മൂക്കിന്റെ അകം ഒരു കമ്പി കൊണ്ട് മുറിച്ച് ഒരു ഭിക്ഷക്കാരനെ പോലെ പുറത്തു വരുന്നു. അപ്പോൾ അൽമോൺസ നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് പ്രൊഫസർ ഞാനൊന്നും മോഷ്ടിച്ചില്ല എന്ന് പിന്നെയും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്നു. അൽമോൺസായും വിശ്വസിച്ച് പ്രൊഫസറിനെ അയക്കുന്നു. പ്രൊഫസർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കാറിൽ റാക്കേലിന് ഒരു ബട്ടൺ കിട്ടുന്നു. കൂടാതെ അമോണിയ സ്മെൽ നന്നായി വരുന്നു. ആരോ വന്ന് ഫിംഗർ പ്രിന്റ് മായ്ക്കാൻ ശ്രമിച്ചത് അവൾ മനസ്സിലാക്കുന്നു. കാറിന് പുറത്ത് ഒരു മാസ്ക് കിട്ടുന്നു. അവിടെയുള്ള വാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് കുറച്ചു മുമ്പ് രക്ഷപ്പെട്ടു പോയത് ആര് തന്നെ ആയാലും അത് ഈ അകത്ത് കയറിയ മോഷ്ടാക്കളെ പുറത്തു നിന്ന് സഹായിക്കുന്ന ആരോ ഒരാളാണ് എന്ന്. റാക്കേൽ ഗണ്ണെടുത്ത് ഓടി റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പോയിന്റ് ചെയ്യുന്നു. റാക്കേൽ പ്രൊഫസറിനെ പിടിച്ചു കാണുമോ? എന്തിനാണ് ബെർലിന്റെ ബട്ടൺ അവിടെ വെച്ചത്? ഇതിനുള്ള മറുപടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.